ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ പ്രൊവിഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ ഓൺ ന്യൂ പ്ലാന്റ് ഓർ മെഷീനറി കണ്ടീഷൻ നമുക്ക് നോക്കാം. ഓൺ ന്യൂ പ്ലാന്റ് ഓർ മെഷീനറി വിച്ച് ഹാസ് ബീൻ അക്വേർഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ആഫ്റ്റർ 31st March 2005 by an assessee engaged in a new industrial undertaking in the business of manufacture or productions of any article or things generation, additional depreciation shall be allowed at the rate of 20%. പ്രൊഡക്ഷനോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു അസസി പുതിയതായിട്ടൊരു പ്ലാന്റോ മെഷീനറിയോ അക്വയർ ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യുന്നു. അതെന്ന് പറയുന്നത് 31st March 2005 ശേഷമാണെങ്കിൽ ഈ അസസിക്ക് നോർമൽ ഡിപ്രിസിയേഷന് പുറമെ അഡീഷണൽ ഡിപ്രിസിയേഷൻ ഈ പറയുന്ന പ്ലാന്റോ മെഷീനറിയുടെ മുകളിൽ ചാർജ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്ലാന്റ് ഓർ മെഷീനറിയുടെ കേസിൽ നോർമൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 15%. അത് കൂടാതെ ഇയാൾക്ക് 20% അഡീഷണൽ ഡിപ്രിസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മുകളിൽ ചാർജ് ചെയ്യാവുന്നതാണ്. അനദർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ദ അസറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലെസ് ദാൻ 180 days ദ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വിൽ ബി 10%. ഇനി വാങ്ങിയ പുതിയ പ്ലാന്റ് മെഷീനറി എന്ന് പറയുന്ന അസറ്റ് 180 daysനേക്കാൾ കുറവാണ് അസസി യൂസ് ചെയ്തതെങ്കിൽ ഡിപ്രിസിയേഷൻ അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ഹാഫ് മാത്രമേ, അതായത് 10% ഡിപ്രിസിയേഷൻ മാത്രമേ അഡീഷണൽ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ അഡീഷണൽ ഡിപ്രിസിയേഷൻ അസസിക്ക് അവൈലബിൾ ആവുന്നത് അദ്ദേഹം പുതിയ പ്ലാന്റോ മെഷീനറിയോ പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാത്ത കേസിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ നോർമൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 15%, 15% ആണ്. ഇനിയിപ്പോൾ അസസി ആ അസറ്റ് യൂസ് ചെയ്തത് ലെസ് ദാൻ 180 days ആണെങ്കിൽ 15% അല്ല നോർമൽ ഡിപ്രിസിയേഷൻ വരിക, അതിൻ്റെ ഹാഫ് 7.5% മാത്രമേ നോർമൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അഡീഷണൽ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന അഡീഷണൽ ഡിപ്രിസിയേഷൻ ആയിട്ടുള്ള 20% ചാർജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% ഒൺലി പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമേ അവൈലബിൾ ആവുകയുള്ളൂ. ഇനി നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ വരുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. Question: From the following information, compute depreciation allowance for the year 2024-25. Written down value of plant and machinery on 1st April 2024 6 lakh. അപ്പം റിട്ടേൺ ഡൗൺ വാല്യൂ 1/4/2024 പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ റിട്ടേൺ ഡൗൺ വാല്യൂ 6 lakh ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് ഓൺ 15th May 2024 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ₹5 lakh. അപ്പോൾ മെയ് 2024 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പുതിയൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ്. സോ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5 lakh. ഇൻ ജൂൺ 2024 ദ അസസി പർച്ചേസ്ഡ് ദ ഫോളോവിങ് അസറ്റ്. അപ്പോൾ ജൂൺ 2024 കുറച്ച് വേറെ അസറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. ഓഫീസ് അപ്ലയൻസ് 50,000, എയർ കണ്ടീഷണേഴ്സ് ഫോർ ഗസ്റ്റ് ഹൗസ് 30,000, കാർ ₹2 lakh. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് ഓൺ 10th November 2024 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ₹1,50,000. 2024 നവംബറിൽ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ₹1,50,000. അപ്പോൾ ഇതിൻ്റെ ഡിപ്രിസിയേഷൻ അലവൻസ് ആണ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ അലവൻസ് ഫോർ ദ ഇയർ 2024-25. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 1/4/2024 റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 6 lakh. അപ്പോൾ നമുക്കറിയാം പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ നോർമൽ ഡിപ്രിസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. അപ്പോൾ 6 lakhൻ്റെ 15% ഡിപ്രിസിയേഷൻ കാണാദ്യം 90,000 എന്ന് കിട്ടും. ദെൻ മെയ് 2024 പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 lakh. ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് 5 lakh rupees. അപ്പോൾ നോർമൽ ഡിപ്രിസിയേഷൻ ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 5 lakhൻ്റെ നോർമൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 15% 75,000 എന്ന് കിട്ടും. അപ്പോൾ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡിപ്രിസിയേഷന് പുറമെ അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% ചാർജ് ചെയ്യാവുന്നതാണ്. ദെൻ 5 lakhൻ്റെ അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% കാണാം, 1 lakh എന്ന് കിട്ടും. ദെൻ എഗെയിൻ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി നവംബർ
10/10/2024 പർച്ചേസ് ചെയ്തിട്ടുണ്ട് 1,50,000. അപ്പം ഈ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുള്ളത് മെയ് മാസമാണ്, മെയ് 2024. ഇനി മാർച്ച് 31, 2025 വരെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ മെഷീനറി വാങ്ങിയതിന് ശേഷം നമ്മളൊരു 180 ഡേയ്സിനേക്കാളും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. മെയ് മാസത്തിലാണ് 2024 മെയ് മാസത്തിലാണ് ഇത് വാങ്ങിയത്. മാർച്ച് 31 വരെ 2025 വരെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ 180 ഡേയ്സ് ഈ ഒരു മെഷീൻ നമ്മൾ യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഹോൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 15, നോർമൽ ഡിപ്രിസിയേഷൻ 15, അതുപോലെ തന്നെ അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% നമ്മളിവിടെ ഡയറക്റ്റ് ചാർജ് ചെയ്തത്. ഇനി ഈ പറയുന്ന ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിയത് നവംബർ 2024 1,50,000 റുപ്പീസ്. അപ്പോൾ നവംബർ മുതൽ നമ്മൾ മാർച്ച് 31, 2025 വരെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 മന്ത്സിന് മാത്രമേ ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം തീർച്ചയായിട്ടും അത് 180 ഡേയ്സിനേക്കാളും കുറവായിരിക്കും അസറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അസറ്റ് യൂസ്ഡ് ലെസ് ദാൻ 180 ഡേയ്സ്. അപ്പോൾ നമ്മൾ നോർമൽ ഡിപ്രിസിയേഷൻ 15% ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അസറ്റ് 180 ഡേയ്സിനേക്കാളും കുറവാണ് യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് 15%ൻ്റെ ഹാഫ് മാത്രമേ 7.5% മാത്രമേ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതെന്ന് പറയുന്നത് 11,250 എന്ന് വരും. ദെൻ അഡീഷണൽ ഡിപ്രിസിയേഷനും അങ്ങനെ തന്നെയാണ്. 180 ഡേയ്സിനേക്കാളും കുറവാണ് അസറ്റ് യൂസ് ചെയ്തതെങ്കിൽ 20% ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ഹാഫ് ആയിട്ടുള്ള 10%. ഇപ്പോൾ 1,50,000ൻ്റെ 10% എന്ന് പറയുന്നത് 15,000 എന്ന് വരും. അതുപോലെ തന്നെ മറ്റ് അസറ്റുകൾ അസസി വാങ്ങിയിട്ടുണ്ട്. ഓഫീസ് അപ്ലയൻസ് 50,000. ഓഫീസ് അപ്ലയൻസിൻ്റെ ഡിപ്രിസിയേഷൻ ചാർജ് എന്ന് പറയുന്നത് 15% ആണ്. അപ്പോൾ നമുക്ക് 7,500 എന്ന് കിട്ടും. ദെൻ എയർ കണ്ടീഷണർ, കാർ ഇവയൊക്കെ അസറ്റായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയർ കണ്ടീഷണറിൻ്റെ ഡിപ്രിസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 15%. 30,000ൻ്റെ 15%, 4,500. ദെൻ കാർ 2 lakh ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ. അതിൻ്റെ 15% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക 30,000. ദെൻ ഈ എല്ലാ ഡിപ്രിസിയേഷനും നമ്മൾ ഈ പറയുന്ന എല്ലാ ഡിപ്രിസിയേഷൻ എമൗണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിപ്രിസിയേഷൻ അലവൻസ് 3,33,250 എന്ന് കിട്ടും.